രേണുസുധിയുടെ ആൽബം സോങ്സ് കണ്ടിട്ട് കുറ്റം പറയാത്ത ആളുകൾ സോഷ്യൽ മീഡിയയിൽ വളരെ കുറവായിരിക്കും. രേണുസുധി പക്ഷെ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നതൊക്കെ പതിവാണ്. പക്ഷേ രേണു ഭാഗമാകുന്ന ആൽബം സോങ്ങുകളും ഷോർട്ട് ഫിലിമുകളും അടുത്തിടെയായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത് അവരുടെ ആ പ്രൊജക്ടുകളിൽ ഇന്റിമേറ്റ് സീനുകളും ഉൾപ്പെടുത്തുന്നു എന്നതിന്റെ പേരിലാണ്. മാത്രമല്ല, ആൽബത്തിലും ഷോർട്ട് ഫിലിമുകളിലും നായകന്മാരാകുന്നവർക്കൊപ്പം നിലവാരമില്ലാത്ത തരത്തിലുള്ള റീലുകൾ രേണു ചെയ്യുന്നുവെന്നും വിമർശനം കടുത്ത രീതിയിൽ തന്നെ വരുന്നുണ്ട്. അത്തരത്തിൽ അടുത്തിടെ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയത് കുട്ടനാടൻ കായലിലെ എന്ന് തുടങ്ങുന്ന ഒരു സിനിമാ ഗാനത്തിന് രേണുവും സംഘവും ചെയ്ത റീലായിരുന്നു. ഇപ്പോഴിതാ ആ റീലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിമർശനങ്ങൾക്കും രേണുസുധിയെ വെച്ച് ആൽബത്തിന്റെ മറവിൽ അഡൾട്ട് കോണ്ടന്റ് നിർമ്മിക്കുന്നുവോ എന്ന ചോദ്യത്തിനും മറുപടി പറയുകയാണ് സംവിധായിക RJ ലച്ചു. താനൊരു വോയിസ് ഓവർ ആർട്ടിസ്റ്റ് കൂടി ആയതുകൊണ്ടാണ് RJ എന്ന് കൂടി പേരിനൊപ്പം ചേർത്തതെന്നാണ് ലച്ചു പറയുന്നത്. 4.5 വർഷമായി താൻ ഈ ഫീൽഡിലുണ്ടെന്നും RJ ലച്ചു പറയുന്നുണ്ട്. രേണുവിനെ എന്തുകൊണ്ട് തന്റെ ആൽബത്തിൽ നായികയാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണു അതിന് ആപ്റ്റ് ആയതുകൊണ്ടാണെന്നാണ് ലച്ചു പറയുന്നത്. തുടക്കത്തിൽ താൻ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. സ്വന്തമായി വർക്ക് ചെയ്യണമെന്ന ആഗ്രഹത്താലാണ് താൻ സംവിധാനം ചെയ്തു തുടങ്ങിയതെന്നും ലച്ചു കൂട്ടിച്ചേർക്കുകയാണ്. ആൽബം സോങ്സ് മാത്രമല്ല, ഷോർട്ട് ഫിലിംസും താൻ എടുത്തിട്ടുണ്ട്. മന്ദാരച്ചേരിൽ കള്ളിപ്പെണ്ണും കള്ളും കുപ്പിയും എന്നിവയൊക്കെയാണ് അവയിൽ പ്രധാനപ്പെട്ടതെന്നും ലച്ചു കൂട്ടിച്ചേർക്കുന്നു. എന്തുകൊണ്ട് രേണുസുധിയെ തന്റെ ആൽബത്തിലെ നായികയാക്കുന്നു എന്ന ചോദ്യത്തിന് ലച്ചുവിന്റെ മറുപടി ഇങ്ങനെയാണ്: നെഗറ്റീവ് പബ്ലിസിറ്റി ആഗ്രഹിച്ചല്ല രേണു ചേച്ചിയെ വെച്ച് താൻ ആൽബം വീഡിയോ ചെയ്യുന്നത്. റീച്ചിന് വേണ്ടിയിട്ടുമല്ല, തങ്ങളുടെ കഥാപാത്രത്തിന് യോജിച്ച ആളാണ് രേണു എന്ന് തോന്നിയത് കൊണ്ട് മാത്രമല്ല ട്രെൻഡിങ്ങിൽ നിൽക്കുന്നയാളുമാണ് രേണുസുധി. തങ്ങളുടെ കഥയിലും തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാനും രേണു ഓക്കെ ആയിരുന്നു, ചെയ്യാൻ തയ്യാറായിരുന്നുവെന്നും ലച്ചു പറയുന്നുണ്ട്. ആൽബത്തിന്റെ സ്റ്റോറിയിലെ കാര്യങ്ങളെല്ലാം തന്നെ രേണു ചേച്ചി അടക്കമുള്ള ആർട്ടിസ്റ്റുകൾക്ക് താൻ വിശദീകരിച്ചു കൊടുത്തിരുന്നു. അവർ അതിന് സമ്മതം അറിയിച്ചതിന് ശേഷം മാത്രമാണ് 2 ആൽബത്തിന്റെയും സ്റ്റോറി ലോക്കാക്കിയതെന്നും ലച്ചു പറയുന്നു. അതുകൊണ്ട് തന്നെ രേണുവിനെയോ സഹതാരങ്ങളെയോ നിർബന്ധിച്ച് സീനുകളിൽ അഭിനയിപ്പിച്ചു എന്ന് പറയാനും കഴിയില്ല എന്നാണ് ലച്ചു പറയുന്നതിന്റെ ധ്വനി. ഡ്രസ് എന്തായിരിക്കുമെന്നതടക്കം തലേന്ന് തന്നെ ആർട്ടിസ്റ്റുകൾക്ക് വിശദീകരിച്ചു കൊടുക്കാറുണ്ട്. എന്നിരുന്നാൽ പോലും ഷൂട്ട് നടക്കുന്ന സമയത്ത് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് നമുക്ക് ആവശ്യമുള്ള വിഷ്വൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ ഇന്റിമേറ്റ് രംഗങ്ങൾ ചിത്രീകരിക്കുവാനോ ഏപ്പടം പിടിക്കണമെന്ന ഉദ്ദേശത്തിലോ അല്ല എന്നും RJ ലച്ചു പറയുന്നു. ഇന്റിമേറ്റ് സീൻ അഭിനയിക്കുവാൻ കഴിയില്ല എന്ന് രേണു ചേച്ചിയോ ഒപ്പം അഭിനയിച്ച ദാസേട്ടൻ കോഴിക്കോടോ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് RJ ലച്ചു. കാരണം എന്തെന്നാൽ എല്ലാവർക്കും കഥയും സീനുകളും ചെയ്യുവാൻ താല്പര്യമായിരുന്നു. തങ്ങളുടെ ആൽബത്തിന്റെ ക്ലൈമാക്സും ഇടയിലെ കുറച്ച് ഭാഗങ്ങളും ആൽബം റിലീസാകും മുൻപ് തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി പുറത്തു വന്ന വിഷ്വൽസ് ഒന്നും ആൽബത്തിന് വേണ്ടി എടുത്തവയല്ല എന്ന് കൂടി ലച്ചു പറയുന്നു. സിനിമാ ഗാനത്തിനൊപ്പം രേണുവും പ്രതീഷും ദാസേട്ടനും അക്ഷയുമെല്ലാം ഡാൻസ് ചെയ്യുന്ന രംഗങ്ങൾ ഷൂട്ട് ചെയ്തതും പ്രമോഷന് വേണ്ടി മാത്രമാണ്. അതൊരിക്കലും ആൽബത്തിന് വേണ്ടി എടുത്തതല്ല എന്നാണ് RJ ലച്ചു പറയുന്നത്. തന്റെ ഇഷ്ടപ്രകാരം എടുത്തതല്ല എന്ന് കൂടി ലച്ചു കൂട്ടിച്ചേർക്കുന്നു. രേണു ചേച്ചി അടക്കമുള്ള ആർട്ടിസ്റ്റുകൾ അവരുടെ ഇഷ്ടപ്രകാരമാണ് അതൊക്കെ എടുത്തത്. അവരാണ് ആ കോണ്ടന്റ് കൊണ്ടുവന്നതും. എല്ലാവരും കൂടി ചിന്തിച്ചുകൊണ്ടാണ് ആ കോണ്ടന്റ് എടുത്തത്. അതല്ലാതെ ഏപ്പടമെന്ന രീതിയിൽ എടുത്തതേയല്ല. താൻ അഭിനയിക്കുവാൻ വിളിച്ചുവെന്ന് കരുതി ആർട്ടിസ്റ്റുകൾ തന്റെ അടിമയല്ലല്ലോ എന്ന് കൂടി കൂട്ടിച്ചേർക്കുകയാണ് RJ ലച്ചു. അതുകൊണ്ട് തന്നെ അവർ എന്തെങ്കിലും ചെയ്താൽ വിലക്കാൻ തനിക്ക് അവകാശമില്ല എന്ന് കൂടി RJ ലച്ചു പറയുന്നു. അതേസമയം രേണുസുധി ഒരു പൊട്ടിപ്പെണ്ണാണെന്നും ആരെന്ത് പറഞ്ഞു കൊടുത്താലും അതുപോലെ തന്നെ ചെയ്യുമെന്നതും തെറ്റായൊരു വാദമാണെന്നും ലച്ചു പറയുന്നുണ്ട്. ഭർത്താവായിരുന്ന കലാകാരൻ കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷമാണ് രേണുസുധി അഭിനയത്തിലേക്ക് ഇറങ്ങിയത്. ചെയ്യുന്നതൊക്കെ ചെറിയ പ്രൊജക്ടുകളാണെങ്കിൽ പോലും രേണുസുധി ഭാഗമാണെങ്കിൽ അത് കുറഞ്ഞത് 1 മില്യൺ വ്യൂസെങ്കിലും യൂട്യൂബിൽ നേടുമെന്നും ലച്ചു പറയുന്നുണ്ട്.